കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാരദാമ്മ അങ്ങനെ സത്യയോട് പിണങ്ങിയിട്ട് പറയണേ, അല്ലെങ്കിൽ മോൾക്ക് ഇപ്പോൾ പുതിയ ആൾക്കാരെയൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ ഈ ശാരദാമ്മ ഒരു പഴഞ്ചനാണെന്നൊക്കെ തോന്നും. അതൊക്കെ കേൾക്കുമ്പോൾ സത്യ പറയണേ, പപ്പിയുടെ വീട്ടിൽ അച്ഛമ്മയും അച്ഛനും അമ്മയും അച്ഛനും ആൻറ്റിയുടെ മോളും ഒക്കെ ഉണ്ട്. അവിടെ പോകുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു കാര്യം അവിടെയില്ല, അതെൻ്റെ ശാരദാമ്മയാണ്. ശാരദാമ്മ എൻ്റെ പൊന്നാണ്. അങ്ങനെ പറഞ്ഞ് ശാരദയെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയമാകുമ്പോഴേക്കും ശാരദയൊക്കെ സന്തോഷമാകുവാണ്. ശാരദയും സത്യങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കണേ, അല്ല ഈ വീട്ടിൽ നിന്ന് ആർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? ഞാൻ ആ ഭക്ഷണമൊക്കെ എടുത്ത് തിരികെ എടുത്ത് വെക്കട്ടെ? അന്നേരം ശാരദ പറയണേ, ആര് പറഞ്ഞു? എനിക്കെന്താണെങ്കിലും ഭക്ഷണം വേണം, എൻ്റെ സത്യമോൾക്ക് വേണം അല്ലേ മോളെ? പിന്നെ അല്ലാതെ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ശാലിനി എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ. ഈ സമയം ശാലിനി പറയണേ, അതെ ഇനി ഇതുപോലെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പിന്നെ രണ്ടാളുടെ പിണക്കം തീർക്കാനായിട്ട് പിന്നാലെ നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അന്നേരം ശാരദ പറയണേ, അതിന് നീ എന്തിനാ ഞങ്ങളുടെ ഇടയിലേക്ക് തന്നെ? ഞങ്ങളുടെ പിണക്കമൊക്കെ ഞങ്ങൾ തന്നെ തീർത്തോളാം അല്ലേ മോളെ? പിന്നല്ലാതെ. പിന്നെ അമ്മയായിട്ട് ഞങ്ങൾക്കിടയിൽ പിണക്കമൊന്നും വരുത്താതിരുന്നാൽ മതി. അത് കേട്ടിട്ട് ശാലിനി പറയണേ, എടി നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് ഇപ്പോൾ. പിന്നീട് സത്യം പറയണേ, ഇന്ന് ശാരദാമ്മക്ക് ഞാൻ വരുത്തരാം, എപ്പോഴും ശാരദാമ്മയല്ലേ എനിക്ക് ഭക്ഷണം വരുത്തരുന്നത്. അങ്ങനെ പറഞ്ഞ് സത്യമുള്ള ഭക്ഷണം എടുത്ത് ശാരദാമ്മയുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് പറയണേ, അതെ ഈ ഭക്ഷണം ഫുള്ള് കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കിട്ടും. അങ്ങനെ പറഞ്ഞ് ഭക്ഷണം എല്ലാം വെച്ച് കൊടുക്കുവാണ്. ഈ സമയം ശാരദയുടെ കണ്ണ് നിറയുവാണ് കേട്ടോ. അത് കാണുമ്പോൾ സത്യം പറയണേ, എന്തിനാ ശാരദാമ്മ കരയുന്നത്? കണ്ണീര് തുടച്ച് എന്ന് പറഞ്ഞാൽ കണ്ണുനീരൊക്കെ തുടക്കുവാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സുസ്മിതേനാണ്. സുസ്മിത ചന്ദ്രബോസിൻ്റെ ഫോണിൽ വിളിക്കുക. ചിറ്റപ്പ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അന്നേരം ചന്ദ്രബോസ് പറയണേ, ആ നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്ത കാരണം നിൻ്റെ ലോക്കൽ ഗാർഡിയൻ ഞാനല്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ ഒരു മേയറല്ലേ സുസ്മിതേ, എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്? ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടാണോ നീ പ്രതികാരം വീട്ടുന്നത്? ആ പോൾസന്റെ നാവിന്നങ്ങൾ നിന്റെ പേര് വീണിരുന്നെങ്കിൽ പിന്നെ അതോടെ നിന്റെ ഭാവി തീർന്നു സുസ്മിതേ. ചൈൽഡ് ലൈൻ അടക്കം എല്ലാവരും നിനക്കെതിരെ തിരിയും. പിന്നെ മീഡിയയിൽ മുഴുവൻ മേയറിന്റെ പുതിയ വാർത്തകളായിരിക്കും വരാൻ പോകുന്നത്. നീ എന്ത് ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത്? ഞാൻ കരുതി നിനക്ക് ജയിലിലെ ചപ്പാത്തിയും കറിയൊക്കെ തിന്ന് ശീലമായിരുന്നു, അതുകൊണ്ടല്ലേ അങ്ങോട്ടേക്ക് പോകാനുള്ള പുതിയ ഓരോ വഴികൾ നീയായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് എന്നോടും കൂടി ഒന്ന് ആലോചിച്ച് ചെയ്തുകൂടെ? ആ പോൾസന്റെ കോൾ ലിസ്റ്റും മറ്റും എടുത്തിരുന്നെങ്കിലേ നീയും തൂങ്ങിയാണ് സുസ്മിതേ. ഞാനാ അതൊന്നുമില്ലാതെ കേസ് ക്ലോസ് ചെയ്തത്. അന്നേരം സുസ്മിത പറഞ്ഞേ, അത് നന്നായി ചിറ്റപ്പ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ശാലിനിയുടെ കളക്ടറായി തിരിച്ചു വന്നതുകൊണ്ട് തൽക്കാലം നമ്മളൊന്ന് സൈലന്റ് ആയിരിക്കണമെന്നാണോ ചിറ്റപ്പ പറഞ്ഞു വരുന്നത്? അന്നേരം ചന്ദ്രബോസ് പറയണേ, അങ്ങനെയല്ല, ശത്രു തിരിച്ചു വരുമ്പോൾ ശത്രുവിനെ എതിർക്കാൻ നമ്മളും പടയൊരുക്കങ്ങൾ നടത്തണം, അല്ലാതെ നമ്മൾ സൈലന്റ് ആയിരുന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇതുപോലെ കുട്ടികളെ വെച്ചല്ല നമ്മൾ കാര്യങ്ങൾ നീക്കേണ്ടത്. നീ ഇവിടുത്തെ സ്ഥലം മേയറാ, നിന്റെ അധികാരം ഉപയോഗിച്ച് നിനക്ക് എന്തൊക്കെ ചെയ്യാം. തകർക്കുമ്പോൾ നമ്മൾ കേന്ദ്രം തന്നെ തകർക്കണം. ചിറ്റപ്പൻ എന്താ പറഞ്ഞു വരുന്നത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? അന്നേരം ചന്ദ്രബോസിന്റെ ആ ഒരു പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ സുസ്മിത പറയണേ, ചിറ്റപ്പ ഇത് കൊള്ളാം, ഇതൊന്നും എൻ്റെ തലയിലേക്ക് പോയില്ല. അപ്പോൾ നാളെ മുതൽ സത്യഭാമയുടെ കൊട്ടാരത്തിന് പതനം തുടങ്ങുവാണ്. അന്നേരം ചന്ദ്രബോസ് പറയണേ, അതെ എന്താണെങ്കിലും അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ രണ്ടെണ്ണം അടിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ രോഹിത്ത് സത്യാമ്മയ്ക്ക് റെസ്റ്റോറൻറ്റിൻ്റെ റീകൺസ്ട്രക്ഷൻ്റെ പ്ലാനൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. ഓരോന്നും എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാമയ്ക്ക് ആ പ്ലാനൊക്കെ ഇഷ്ടമാകുവാണ്. പിന്നീട് രാഘവനെയും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും വിഷ്ണു താഴേക്ക് വരുന്നത്. അന്നേരം ഭാമ പറയണേ, വിഷ്ണു നീ കണ്ടില്ലേ രോഹിത് തയ്യാറാക്കിയ പുതിയ റെനോവേഷൻ്റെ പ്ലാൻ? ഈ സമയം രോഹിത് പറയണേ, ബ്രോയോട് ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ കാര്യം സംസാരിച്ചതാ, പക്ഷേ ബ്രോയ്ക്കൊന്ന് ഒരു തീരെ താല്പര്യമില്ലാത്ത പോലെയാണ് എന്നോട് സംസാരിച്ചത്. ഈ സമയം വിഷ്ണു ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോകുവാണ്. അന്നേരം രോഹിത് പറയണേ, എന്നാൽ സത്യാമ്മേ ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലട്ടെ, സ്റ്റാഫിനൊക്കെ കൃത്യസമയത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവരവിടുത്തെ കാര്യത്തിലെ കുഴപ്പം, എന്നാൽ ഞാൻ അങ്ങ് ചെല്ലുവാണേ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാഘവൻ പറയണേ, രോഹിത് വന്നതോടുകൂടി ഹോട്ടലൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് എത്ര ബ്രാഞ്ചുകളാണ് തുടങ്ങിയത്, എല്ലാ കാര്യവും രോഹിത് ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഈ സമയം വിഷ്ണു ചായ എടുത്ത് അവിടെ വന്നിരിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയണേ, ആൺപിള്ളേരായ അങ്ങനെ വേണം, അല്ലാതെ ഇവിടെ ചിലരെയൊക്കെ ആലോചിച്ച് വെറുതെ ജീവിതം നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഭാമേ നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് രാഘവൻ പറയുക. അന്നേരം ഭാമ പറയണേ, എങ്ങനെ മിണ്ടാതിരിക്കാനാ? വിഷ്ണു ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായി? 6 വർഷം, നീണ്ട 6 വർഷമായിട്ട് അവൻ മര്യാദക്കൊന്ന് സംസാരിച്ച് പോലും കണ്ടിട്ടില്ല, ഒരു കാര്യത്തിനും താല്പര്യമില്ല. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ആരാ ചത്തത് അതെനിക്കറിയണം. അന്നേരം വിഷ്ണു പറയണേ, അമ്മേ എന്നെ ഒന്ന് വെറുതെ വിടും. അതേക്കുന്ന ഭാമ പറയണേ, നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വെറുതെ വിടേണ്ടത്? നിന്റെ അവസ്ഥയിൽ എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയോ?
നീ ഇങ്ങനെ ഒറ്റക്കായി പോയതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ നിന്നോട് പറഞ്ഞു. എന്നാൽ നിനക്ക് അതിനും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അന്നേരം വിഷ്ണു പറയണേ, അമ്മ ചോദിച്ചില്ലേ ഇവിടെ ആരെയപ്പോൾ ചത്തിയെന്നും? എത്ര പേര് ചത്തു? എൻ്റെ മനസ്സിലെ സന്തോഷം, ആഗ്രഹം, സ്വപ്ന, പ്രതീക്ഷകൾ എല്ലാം എല്ലാം ചത്തുപോയില്ലേ? അതെല്ലാം ഇല്ലാതാക്കിയത് എൻ്റെ അമ്മ തന്നെയാണ്. അതേട്ട് ബാമ്മ ദേഷ്യത്തിൽ ചോദിക്കണേ, ശാലിനി നിന്റെ ജീവിതത്തിൽ നിന്ന് പോയതിനെയാണോ? അതുകൊണ്ടാണോ നിന്റെ സ്വപ്നവും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒരു കുഴിയെടുത്ത് അങ്ങ് മൂടിക്കും. അതിന് മീടെ ഒരു റോസാപ്പൂവും കൂടി കുത്തിവെക്കും. ബാമി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഒന്ന് നിർത്ത് എന്ന് രാഘവൻ പറയുവാണ്. ഈ സമയം ബാമ പറയണേ, പിന്നെ എത്ര എന്ന് വിചാരിച്ച് കേൾക്കുന്നത്? ആ ശാലിനി എന്ന് പറയുന്നവൾ കാരണോ ഈ പ്രശ്നമെല്ലാം നടക്കുന്നത്. ഇനി അവളുടെ പേര് ഈ വീട്ടിൽ ആരും ഉച്ചരിച്ചു പോകരുത്. അങ്ങനെ പറഞ്ഞ് ബാമ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുവാണ്. ഈ സമയം അമ്മ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർത്ത് വിഷ്ണുവിനങ്ങ് നല്ല ദേഷ്യം വരുവാണ്. അങ്ങനെ കയ്യിലിരിക്കുന്ന ചായക്കപ്പ് ദേഷ്യത്തിൽ താഴത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കുവാണ് കേട്ടോ വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് രാജു എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഓഫീസർ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. ഈ സമയം പിള്ളച്ചേട്ടൻ പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ രാജുവിനെ കാണുമ്പോൾ വിശേഷമൊക്കെ തിരക്കുവാണ്. എന്നിട്ട് പിള്ളച്ചേട്ടൻ ചോദിക്കണേ, അല്ല ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നില്ലേ? ഈ റോഡിലൂടെ സൈക്കിളും ചവിട്ടി യാത്ര ചെയ്ത് എന്നെ നടുവൊക്കെ പോയി. അന്നേരം ആ ഓഫീസർ പറയണേ, ആ കോർപ്പറേഷനിൽ അതിൻ്റെ തീരുമാനമൊക്കെ പാസ്സായിട്ടുണ്ട്, ഉടനെ തന്നെ റോഡ് പണി തുടങ്ങും. അന്നേരം പിള്ളച്ചേട്ടൻ പറയണേ, റോഡ് പണി തുടങ്ങിയാലും അതിൻ്റെ പണിയൊന്ന് പൂർത്തിയായി കഴിയുമ്പോഴേക്കും പൈപ്പിടാണെന്ന് പറഞ്ഞ് അതൊക്കെ വീണ്ടും പൊട്ടിച്ച് പഴയ അവസ്ഥയിലാവില്ലേ? അല്ല, നിങ്ങൾക്ക് ഈ പൈപ്പിൻ്റെ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് റോഡ് പണി നടത്തിയാൽ പോരെ? ഓ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ലാഭം കിട്ടില്ലല്ലോ അല്ലേ? അന്നേരം ഓഫീസർ പറഞ്ഞേ, എൻ്റെ പിള്ളച്ചേട്ടൻ്റെ തലയിൽ മുടി വളർന്നു എന്ന് വിചാരിക്കുക. അത് വളർന്നാൽ വീണ്ടും മുടിമുറിക്കില്ലേ? അതുപോലെയൊക്കെ തന്നെ ഈ കാര്യങ്ങളും. അങ്ങനെ പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുവാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വിഷ്ണു രാഘവനും ഉണ്ടാവും. രാഘവൻ ചോദിക്കണേ, ആ രാജുവോ, ഇതെന്താ പെട്ടെന്ന്? അന്നേരം രാജു പറഞ്ഞേ, കുറേ നാളായല്ലോ ഇപ്പം ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. മാത്രമല്ല ഒരു വിശേഷം കൂടി ഉണ്ട് പറയാൻ. എന്തു പറ്റി? എന്താ കാര്യം? അന്നേരം രാജു പറയണേ, സത്യാമ്മയും കൂടി ഒന്ന് വിളിക്കുമോ? സത്യാമ്മയും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമോ? അങ്ങനെ ബാമേനെ വിളിക്കുവാണ് കേട്ടോ രാഘവൻ. ഈ സമയം ബാമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ രാജുവോ, ഇരിക്കും രാജു. കോർപ്പറേഷനിൽ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അന്നേരം രാജു പറഞ്ഞേ, അതൊക്കെ നന്നായി പോകുന്നു. സത്യാമ്മയുടെ റെക്കമെൻഡേഷനല്ല എനിക്ക് ആ ജോലി കിട്ടിയത്. അതിൻ്റെ നന്ദി എപ്പോഴും ഉണ്ടാവും. അന്നേരം രാഘവൻ ചോദിക്കണേ, അല്ല രാജു എന്തോ വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞു. അന്നേരം രാജു പറയണേ, ആ വിശേഷം എന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ അനധികൃതമായിട്ട് കയറ്റം നടത്തുന്നവരുടെയൊക്കെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതനുസരിച്ചുള്ള ഒരു ക്രോഡീകരിച്ചൊരു ലിസ്റ്റ് എൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അനധികൃതമായിട്ട് സ്ഥലം കയ്യേറിയവർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കാനും അവരെ ആ സ്ഥലത്തു നിന്നും ഒഴിപ്പിക്കാനും ഒക്കെയാണ് പുതിയതായിട്ട് വന്ന ഉത്തരവ്. അതേക്കും രാഘവൻ പറഞ്ഞേ, ആഹാ അതൊരു നല്ല കാര്യമല്ലേ, അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അന്നേരം രാജു പറയണേ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വിഷ്ണുവിലാസം ഹോട്ടലില്ലേ, അതിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിലാണെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഫയൽ എത്തിയിട്ടുണ്ട്. അന്നേരം അത് കേട്ട് ബാമയും വിഷ്ണുവും രാഘവനും എല്ലാവരും ഷോക്കാക്കണേ. അതെങ്ങനെ ശരിയാവാനാ? മുന്നാധാരം പിന്നാധാരം അങ്ങനെ എല്ലാം സമർപ്പിച്ചല്ലേ ആ ഭൂമി ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ അതെങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാകുന്നത്? ഈ സമയം രാജു പറയണേ, അതൊക്കെ ശരിയാ, പക്ഷേ ഒരു ഭൂമിയെ അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഭൂമി ആക്കി മാറ്റാനൊക്കെ മുകളിൽ പിടിപാടുള്ളവർക്ക് പറ്റുമല്ലോ. നിങ്ങളുടെ ഭൂമിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു 40 സെറ്റ് ചതുപ്പ് നിലയില്ലേ, അതാണ് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭൂമി. എന്നാൽ ആ ഭൂമിയെ മാറ്റി നിർത്തി നിങ്ങളുടെ ഭൂമിയെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഭൂമിയാക്കി ഒരു കള്ളപ്രമാണം ചമച്ചിരിക്കുകയാണ് അവർ. സ്ഥലത്തിൻ്റെ നമ്പർ ചെറുതായൊന്ന് മാറ്റിയാൽ ഈ കാര്യം അവർക്ക് സാധിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനെതിരെ പക വീട്ടാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതായതൊക്കെ. അതിൻ്റെ പേരിൽ ഉടനെ തന്നെ ഹോട്ടലിൽ ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അയാളീ പറയുന്നതൊക്കെ കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുന്ന ബാമയും വിഷ്ണുവിനെയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.